പെർഫോം അല്ലേ? അതെ. നിങ്ങൾ എങ്ങനെയാണോ ഇത്രയും പേരെ പൊക്കുന്നത്? അതൊക്കെ അവൻ്റെ കൈവേദനയ്ക്കാതില്ലേ? കൈവേദന ഇതിന്റെ പ്രശ്നമാണ്. കൈവേദനയോ? രസോ? അതാരാ? ഏത്? നീ ഏതാ? ഡിസ്കോഡ് മെസ്സേജ് ഒന്നും കണ്ടില്ലേ? ഞാൻ അർജന്റ് കാര്യം പറയാൻ വന്നതാ. അതിന് അഡ്രസ് ഒന്നും തന്നില്ലല്ലോ. അല്ല, ഫാൻ മെയിൽ അഡ്രസ് ഉണ്ടല്ലോ സെർവറിൽ. അപ്പൊ ഞാൻ ഓഫീസാണ് കരുതിയത്. അത്രയ്ക്ക് കെട്ടികൾ വേണ്ടി ഞാൻ എന്താ ചെയ്ത ആദ്യം തന്നെ? ട്രസ് പാസിംഗ്, ബ്രേക്കിംഗ്, മോഷണം, ഒന്നും അല്ലേ? എന്ത് മോഷണം? സത്യം പറ, നിന്നെ ക്രിപ്റ്റോ ഗെറ്റ്സ് അയച്ചതല്ലേ? ഓ പിന്നെ ആ കള്ളന്റെ വാക്കുകൾക്കല്ല എനിക്ക് സമയമുള്ളൂ. പിന്നെ എന്തെടുക്കാനാടാ വന്ന്? ഞാനതിലെ പറഞ്ഞൊരു അർജന്റ് കാര്യം പറയാണ്ടെന്ന്. റെക്കോർഡിംഗ് നോക്കി കേട്ടെ. ഇതും പോഡ്കാസ്റ്റ് ഇന്നോട്ടെ. ബസിൽ അല്ലേ? അല്ല, ബാസിം. ആ, ബാസും എന്തെങ്കിലും ആയിക്കോട്ടെ. എന്താ കാര്യം? എന്താ? പോഡ്കാസ്റ്റ് ഒക്കെ ഞാൻ സംസാരിക്കാം, പക്ഷെ ആദ്യം എൻ്റെ കെട്ടൂരി തന്നോ നല്ലതായേനെ, ഉപകാരമായേനെ. ഓക്കെ, കെട്ടൂരാറ്റില് വേറൊരു കാര്യം ചെയ്താ. പോഡ്കാസ്റ്റ് സംസാരിക്കണ്ടേ? ഞാൻ ഫോൺ അൺലോക്ക് ചെയ്ത് തരാം, ഒന്ന് ഡിസ്കോഡിൽ ആഡ് ചെയ്യും. പിന്നെ ഇത് ഇയർഫോൺ ഇട്ടുക, അല്ലെങ്കിൽ ഞാനങ്ങനെ കേൾക്കാനാ മറ്റുള്ളവരെന്താ പറയുന്നതെന്ന്. കാര്യം അത് മനസ്സിലാവണമെങ്കിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം നടന്ന മൊത്തം കാര്യം പറഞ്ഞു. അതിലല്ലടാ ഈ പോഡ്കാസ്റ്റ്. നീ പറ. അപ്പോ കാര്യം തുടങ്ങുന്ന എവിടെ വെച്ചാ, അല്ല, വസാബി എവിടെ? വസാബിയോ? അല്ലടാ, അവദേശം മറ്റേ ഡോൺസാഗിനെയാ. പേര് മാറ്റിയത് അറിഞ്ഞില്ലേ നീ? ഞാൻ പോഡ്കാസ്റ്റ് കേട്ടിട്ട് കുറച്ചായി. അല്ല, അവനെന്താ പേര് മാറ്റി? കുറച്ചും കൂടി ഒരു സീരിയസ് ലുക്ക് ആവാനെന്ന് അവൻ പറഞ്ഞു. അല്ല, എന്താ അവനെ പറ്റി ചോദിച്ചു? അതല്ല, മിക്കാരെ പോലെ എൻ്റെ ഫേവറേറ്റ് അവനാണ്, അതുകൊണ്ട് ചുമ്മാ ചോദിച്ചു. എടാ ശരത്തെ, എന്താ ചെയ്യണ്ടേ അറിയാലോ? ഓ ഗോഷ്, നീ എന്തിനാ അതിന് മൊത്തം എഡിറ്റിംഗുകാരെ ഏൽപ്പിക്കുന്നത്? ആര്? ശരത്താവും? ആ, അവൻ ആദ്യം തൊട്ടേ ടെക്സ്റ്റ് സ്പീച്ച് പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇതുവരെ ശ്രദ്ധിച്ചില്ലേ? അവൻ എപ്പോഴേലും നീ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആദ്യം തന്നെ? ഇല്ല. അതിനെന്താപ്പോ? ആ, ബെസ്റ്റ്. എന്നിട്ടാണ് ക്രിപ്റ്റോക്സിന്റെ മോഷണം കുന്നെല്ലാം എന്നെ മേക്കിട്ട് വെച്ചിരിക്കുന്നത് അല്ലേ? നീ ബാക്കി പറ. ഒന്ന് കാര്യത്തിലേക്ക് എത്തുവോ? ഇപ്പൊ കഴിയും. സോ ഞാൻ രാജനെ പിന്നെയും കുറച്ച് മാസം കഴിഞ്ഞിട്ട് കണ്ടിരുന്നു. ജീവട്ട് അവന് സ്മാർട്ടിന് വേണ്ടി ചോദിക്കാൻ വേണ്ടി ഒന്നായിട്ടല്ല വന്നത്. അവൻ തന്നെ സ്വന്തം ഒരു കാര്യത്തിന് വേണ്ടി ചോദിക്കണം. സ്വന്തം കാര്യം വെച്ചാൽ സിമ്പിളായി പറയുകയാണെങ്കിൽ അവൻ്റെ യൂണിവേഴ്സ്, അതെ, അവൻ്റെ സ്വന്തം യൂണിവേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുന്ന ഹെൽപ്പ് വയ്ക്കാനായി വന്നതാണ്. എടാ, ഇവര് മറ്റേ ഡിഡ് ഉണ്ടോ? ഡിഡോ? ഒരു 3 പേഴ്സണാലിറ്റി ഒക്കെ ഒരാൾക്ക് വരുന്നത്. ഓ, DID. അതെന്നാ? ഈ DID, സ്കിറ്റ്സോ, ബൈപ്പോളർ, അതൊക്കെ എല്ലാവരും കുറെ വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, കേട്ട് മടുത്തിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അത്ര തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ രാജന്റെ നമ്പർ എൻ്റെ കോൺടാക്ട്സിലുണ്ട്. ഇതിപ്പോൾ എന്തായാലും അൺലോക്ക്ഡ് ആണല്ലോ, അടുത്ത് ഒന്ന് സ്പീക്കറിലിടും, വിളിക്കുക. നീ ആളട്ട് കളിപ്പിക്കുക. ഹലോ ഹലോ, ബാസിം? രാജനല്ലേ? ആമാ, ബാസിം എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. നീ വീടെത്തിയോ? ചെന്നൈ എത്തിയിരുന്നു. എന്നെ വിഷയം ഇവരോട് അന്ന് നടന്ന നീ ഒന്ന് പറയോ? മറ്റേ അവസാനം കാണാവുന്ന ദിവസം. നീ എന്ത് ഏതിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു. നീ തുടങ്ങിക്കോ. പേടിയണ്ട. என்ன நடந்தது வச்சால் எதிராக ശ്രമിക്കുന്നത്. ரொம்ப நேரம் நீ ஒரு வீட்டில் இருக்க, திடீர்னு ஒருத்தன் வந்து வீட்டுக்குள்ள இடிட்டு புறத்தாக்கிட்டால் அவன் வீடுன்னு சொன்னாலும் அந்த சுச்சுவேஷன் நீ என்னடா? புதிய வீடு கொண்டாடி அதோட காசு உனக்கு சரி போடு. உன் வீடு என்ன?
நீ புரியல. ആളുകളുടെ പറയുന്ന കറണ്ട് വീഴില്ല. എന്റെ പടത്തിൽ ഞാൻ ഡയലോഗ് സെറ്റ് ആളുകളത് മനസ്സിച്ച് കൈകളിൽ அப்படி ஒரு படம் நான் கேட்டுட்டு எவன்டா டைரக்டர்? லோகேஷ் கனகதாஸ். சிம்பியாட்டிக் ஆப்பர்ச்சுனிட்டி நீ ஹாஸ்டம் அது லீடா நீ லூஸ் പടമാണെങ്കിലും ശരി ലീഡാണെങ്കിലും ശരി നീ നിന്റെ ആഗ്രഹത്തെ എത്ര ശ്രമിച്ചാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. ആൽഗോരിതത്തിന്റെ എതിരെ എത്ര ട്രൈ ചെയ്തിട്ടും ബോണ്ട് പിടിച്ചിട്ടും அதுக்கு ஒழுங்கா ட்ரை பண்ணி எப்பதான் சம்மதிச்ச அது எப்படி ஒரு ஓப்பன் பாசிபிலிட்டி ആയിട്ട് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലും എന്റെ കഴിവിനെ അപ്പുറം ഇതൊക്കെ ആലഗ്രഹത്തിന്റെ പ്രോബ്ലം. ஒருத்தன் தலையை கழிச்சு செப்பு போட்டதுல என்னால் நான் கண்ட்ரோல் பண்ண முடியுது. அது பறிமுதல் எஜமானங்கடா டேட்டா பேஸில் எனக்கு மாஸ்டர் இல்லை. அப்போ மார்ட்டின் வேண்டாம். மார்ட்டின் என்ன கிரியேட்டர் அவன் செட் ചെയ്ത റൂൾസ് അവൻ്റെ ആൽഗരിതം ഫോളോ ചെയ്തു. ഹിന്ദു ഭാഷയിൽ അവതാൻ്റെ യജമാനെന്ന് சொல்லுவாங்க. மார்ட்டின் இப்போ எங்கடா இருக்கும்? மார்ட்டின் അവിടെ நல்ல அப்டேட் கிட்டிட்டு இதெல்லாம் பண்ணிட்டு எங்கடா புடிங்கிட்டு இருக்கான்? எங்கடா இருக்காங்க? அப்டேட் அவைலபிள் இல்லை. അവൻ എന്തെങ്കിലും ആ ചിപ്പിൽ കടസിയായിട്ട് മെസ്സേജ് ഇട്ടു. ഉണ്ട് നടക്കുമ്പോൾ സ്വന്തം നേരിനെ പോലും വിശ്വസിക്കരുത്. ഇരട്ടിയിൽ ഒരു അസരം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻഷിപ്പിൻ്റെ നിന്നെയായിട്ട് കളിപ്പിച്ചല്ലേ. കളിക്കാൻ ഞാൻ ഗെയിമല്ല. വേണമെങ്കിൽ ശരി വിട്. നീ തരണം ഞാനൊരു പ്രശ്നം തരാം. ഇതിനൊന്നാൾ ഞാൻ ഉടമ്പുல இருந்துட்ட. என்னை பற்றி ஏதாவது விஷயம் உனக்கு தெரிஞ்ச விஷயம் என்ன தராம்? பேரு ராஜ். கன்னடையும் தாடிட்டு வச்சு மலையாளம் தமிழும் സംസാരിക്കും. அது சொல்றதுக்கு எவனாலே முடியும்டா. ஏன் லைஃப் வாழ்றவனா ஒருத்தனான் என்னை பற்றி தெரிஞ்சுக்கிட்டே ஏதாவது ஒரு விஷயம் சொல்றான். என்னாச்சு ரமானே? ஷோகியனி ரிப்பீட்ஸியா நான் என்ன சொல்லுவாருன்னா, நீ முன்ன மாதிரி இல்லடா. முன்னாடி சொன்ன மாதிரி இருக்க நீ ட்ரைவ் பண்ண. இதனால உடம்புல இருந்தில்ல என்னை பற்றி தெரிஞ்சுக்கிட்ட ஒரு விஷயம் நீ சொல்ற. എനിക്ക് മനസ്സിലായില്ല. ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം நினைச்சா. சரி அதாவது கவுன்சிலர் மார்ட்டின் யாரும் தெரியுமாடா? ஆல்கோரிதம் அனுசரிச்சு மார்ட்டின் கவுன்சிலர் வரலாம். அந்த கவுன்சிலர் மார்ட்டின் இருக்காங்க, அவனை வந்து அம்பேத்கர் போய் சேர்த்தா என் உலகத்தை கொள்ள வழி காணிச்சுறான்னு சொல்லியிருந்தான். ஆனால் அப்படி பண்ணப்ப அவன் வந்து அவனை போட்டுட்டான். இப்போ அந்த பாசன் வந்து அவன் தான் அந்த மிரர் உடச்சான்னு ஒத்துக்க வைக்கணும். அப்படி பண்ணதான் வந்து என்னை விடுவேன்னு சொல்றான். என்னட்ட தேடி மார்ட்டின் எனக்கு போயிடுது. நான் நினச்சேன் மார்ட்டினுக்கு வந்து என்னை திருச்சி கொண்டு போக மாட்டேன் வரிமை குறித்து ஏதாவது தெரியும் நினச்சேன். சரி விடு, ഈ കൗൺസിലറിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ കാണാൻ എങ്ങനെയാണെന്ന് தெரியும் ഇല്ല. டிஸ்கிரிப்ஷன் தப்பான வந்து ஐடென்டிஃபை ചെയ്യാം. நீ வரி பண்ணிக்காது. உனக்கு நல்லா ஞாபகம் இருக்கு. ஒரு துடைச்ச கண்ணில் ஒரு ஷார்ட் ஆയിട്ട് மேலாண்டுவேன். അവനെ പോലെ ഉണ്ടാവോ കാണാൻ? അവൻ தான். உன் எஜமான்ட்ட சொல்லு கொஞ்சம் பேசிக் ஹைஜீன் கொஞ்சம் மெயின்டைன் பண்ணுறதுக்கு. அந்த கவுன்சிலர் மாட்டுக்கு வெட்டின அதே கத்தியாலும் என் தலையில் பண்ணிட்டு அவன்ட்டு. அதனால தான் உன்னோட சேர்ந்து அந்த ரத்தம் உள்ளே இருந்துச்சு. என்னோட ஒரு பழைய ட்ரிக் கொண்டு உபயோகிச்சது இன்னைக்கு அது ஒர்க் ஆயிடும். உன் பாக்கெட்டை செக் பண்ணு. இது கிச்சன் இல்லை. ஆமா, அதை ஸ்பின் பண்ணு. நான் அவனை கடைசியாக பார்த்தது அது ஸ்பின் செய்தோன்னு நிற்கிறதாயிட்டேன். அப்புறம் நான் ஸ்டார்ஸ் எழுதினப்போ என்னமோ பின்னணித்த இரட்டல் தெரிஞ்ச நோக்கிறது அப்படின்னு ஏதோ சொன்னான். എന്നിട്ട് എന്നിട്ട്
അന്നെല്ലാം എന്റെ കൈ പിടിച്ച് 3-4 വാട്ടി അവനെ തന്നെ കുത്തിയാൽ ഇതെന്തോ ഒരു തുള്ളി ചോര പോലെ ഇല്ലാത്ത. ബോസ്, രാജൻസ് ഹിയർ. ഞാൻ ഒരു 10-15 മിനിറ്റിൽ വരും. ഞാൻ അവിടെ തന്നെ വെക്കട്ടോ. Boss wants to talk to you in person. ഇവനാണോ ബാസിൻ പറഞ്ഞ 360? எனக்கு പേരുകളോട് പുതിയത് ஆனால் മുഖം ഇനി ഓർമ്മയിലുണ്ടോ? അതുകൊണ്ട് ഞാൻ ബാസിൻ ഇപ്പൊ വരുവാൻ കേട്ടപ്പോ അവൻ എന്നോട് ഇപ്പോൾ സംസാരിച്ചില്ല. ആனா கொஞ்ச நேரத்துக்கு அப்புறம் ഇങ്ങോട്ടേക്ക് എന്റെ കൂടെ പിന്നെ അവൻ കുറെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ കോൺവെർസേഷൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്തേ. കോളില്ല. പിന്നെന്താ, നീ ചെന്നൈന്ന് വരുമോ? ശരി, പള്ളാം ഒരു നിമിഷത്താക്കി എത്ര നേരം എടുക്കും വരാൻ? തെരിയതാ. You were very desperate to free yourself of his control, huh? അതെന്താ അങ്ങനെ ചൊല്ലാൻ കാരണം? The marks on your arms. അത് Do you want to see one of your silhouettes? അത് നിനക്ക് எப்படி കാട്ട முடியும்? Shifting like the clouds outside. என்னது நீ அப்படி இருக்குது? One of your many guilds. Do you want to see the other ones as well? இல்ல. You came here to face one of those ones, so why stop now? அது பாஸ் மாடனா சொல்லுங்க. I know. He'll be here soon. ജമ്പിംഗ് ജാഷ് അവന്റെ ജാക്കറ്റ് അതിനെപ്പോഴാ ബ്ലാക്ക് ആയ? എന്താ ഞാൻ പറയാം, ഞാൻ വിളിക്കാം. பணம் பாசு வந்தப்போ அவன் எங்கேயோ போச்சு. ബാസിനോട് സംസാരിച്ചോ നീ? ஆமா, എന്നാ അത് റീക്രിയേറ്റ് ചെയ്ത്. എടാ റേക്കൻ, അത് ഞാൻ പറഞ്ഞാ പോരെ? വേണ്ട, ഒരു കാര്യം നോക്കാനാ. உன்னோட கோட் பேர் நல்லா வட்டி. ഒട്ടിക്കാനുള്ള തീർന്നു പോയി. സോറി, ഞാൻ அப்படி കുത്താൻ വേണ്ടി ചോദിച്ചല്ല. കുഴപ്പമില്ല, ഇപ്പോഴും നീ മാട്ടിന്റെ കളിപ്പാട്ടാണെങ്കിലും അല്ലെങ്കിലും വലിയ സീനില്ല. ഞാനവനെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് കിട്ടാൻ താ ഇങ്ങ വന്നത്. അവനെവിടെയെന്ന് എനിക്കെങ്ങനെ അറിയാനടോ? അറിയാൻ ചാൻസ് ഉള്ള വേറെ യാരും എനിക്ക് தெரியாது. ഈ വട്ടം അവനെ അറിയാനുള്ള എന്താ വെച്ചാൽ നേരെ പറയാം. നമുക്ക് ആരെയും സമയം എടുത്ത് കളയണ്ട. എനിക്ക് എവിടെ അറിയാം? കഴിഞ്ഞോട്ട് അതിനാണല്ലോ നീ വന്ന. കഴിഞ്ഞ വട്ടം അവന്റെ തലയിൽ വെട്ടി എന്ന ഒരു ചിപ്പ് പ്ലേസ് ചെയ്താൽ അതെനിക്ക് പാത്തിരിക്കാനേ പറ്റിയിട്ടു. ആ അതറിയാം, പക്ഷെ അതിന് മുന്നത്തോട്ട് നീ ആയിരുന്നില്ലേ വന്ന്? ആമാ, അന്ന് നീ ഉത്തരം കിട്ടാൻ വേണ്ടി ചോറിഞ്ഞിരുന്നില്ലേ? പണിയിരുന്നെ. ആ പിന്നെന്താ വ്യത്യാസം? വേറെ വഴിയില്ലായിരുന്നു.
ചോദിക്കോട്ടെ. நான் இப்போ இதெல்லாம் அவனே வேண்டியதில்ல ചോദിക്കുന്നത്. അത് മിററില്ല അൽമാര എവിടെ പോയി? അതിനെന്താ ഈ അലമാറയിൽ എന്താ മിററില്ലേ? ഇല്ല, அந்த മിറർ ക്രാക്ക് ആണ്. അത് സിംഗിൾ അലമാര ഒന്നിറക്കുള്ള. അതുകൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല. PG-കാരെടുത്തോണ്ട് പോയി. எப்படி உபயோகம் இல்லை? அதுதான் எல்லாம் தொடங்கியது. അത് വെച്ച് ഈ പ്രശ്നങ്ങൾ മുന്നത്തെ പോലെ ആക്കാൻ പറ്റില്ല എന്ന്. അതിന് പുറത്തിറങ്ങിയാൽ എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയി ഓർഡർ ചെയ്യണം. யார் அவர்? ഇവരൊക്കെ ഞാൻ മൈൻഡിലുണ്ടാക്കിയ ക്യാരക്ടേഴ്സാണോ. ഇപ്പോൾ മാർട്ടിനൊക്കെ നിന്നെ എനിക്ക് ഉണ്ടാക്കിയ ഓർമ്മയില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയതോർത്ത് നിന്റെ കുറിച്ച് പറഞ്ഞിട്ട്. ദാഷനാടാ? ആ ഒന്ന് തന്നെ. ആ എനിക്കറിയാം. റൈറ്റ് റൈറ്റ്. ഐ ഗസ് ഇതൊക്കെ നോക്കുമ്പോൾ നീ ഒരു അനോമലിയാണ്. என்னது? നീ സ്പൈഡേഴ്സ് കണ്ടിട്ടുണ്ടോ? അതിൽ മറ്റേ என்னடா நீ ഉദ്ദേശിക്കുന്നത്? നീ മാത്രല്ല അനോമലി. ഞാൻ വേറെ ആളിപ്പോ കണ്ടെന്നേ ഉള്ളൂ. ഈ അവസ്ഥയിൽ അനോമലി ആവുന്നേ ബെറ്റർ. ട്രസ്റ്റ് മീ. ശരി, അതവിടെ ഞാൻ ഇത് ശരിക്കും വന്നത് കിട്ടാൻ മണ്ണിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? വേറെ വഴിയുണ്ടായിരുന്നില്ല, അതുதான் அதை ചെയ്തത്. നീ പിന്നെ വേറെ വഴിയില്ലാന്ന് എന്തിന്റെ കുറിച്ചാണോ പറയുന്നത്? വീട്ടിലേക്ക് പിന്നെ ലോകത്തേക്കുള്ള ഒരു വഴി കിട്ടാൻ. എന്നാച്ച്? ഇത്രയ്ക്കും കുറെ ചോദിക്കാണ്ടായിരുന്നു. ആ ഒരു സംഭവം നിനക്ക് മര്യാദയ്ക്ക് ചോദിച്ചുകൂടായിരുന്നില്ലേ? ഉനക്ക് വഴി തിരിയോ? സംഭവം എന്താ വെച്ചാ, രാജൻ നിന്റെ യൂണിവേഴ്സിറ്റി വീട് എവിടെയാണെന്ന് പറഞ്ഞ? ചെന്നൈ. அதுக்கு വിശേഷമാണ് ചെന്നൈ എന്നോട് യൂണിവേഴ്സിറ്റി പേരിലാണ് സാധനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലം കണ്ടുപിടിച്ച് പോകാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് പേഴ്സണൽ ഫിയേഴ്സും ഫെയിലിയേഴ്സും ഫേസ് ചെയ്തത് യൂണിവേഴ്സ് റീച്ച് ചെയ്യാൻ മുടിയുമെന്നും സ്വന്തം. അല്ലേ രാജ, നീ വേറെ യൂണിവേഴ്സ് ആണല്ലേ പറഞ്ഞ? ഇപ്പൊ നീ സംസാരിക്കുന്നു. അതന്നെ ഞാൻ ചോദിക്കാൻ നിൽക്കുമായിരുന്നു. വാസ്തുവിനൊരു കാൽക്കുലേറ്റർ അത് വെച്ച് എങ്ങനെ വിളിച്ചാനോ? மொத்தமா கேட்டுட்டு பேசுறோம். சொல்ல நீ சொல்லிக்கோ. அந்த கால்குலேட்டர்ல ஒரு பட்டன் இருந்துச்சு. அந்த பட்டன் ப்ரெஸ் பண்ணா அது ஃபோனாയി மாறிடுவேன். அதே டிவைஸ்ல இன்னொரு பட்டன் இருக்கு, அதை ப்ரெஸ் செய்தா அந்த கால்குலேட்டராയി மாறிடும். அந்த டிவைஸ் வச்சுதான் நான் இப்போ உங்ககிட்ட பேசிட்டு இருக்கேன். ഇത് എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും? നോട്ട് ഫോർ സെയിൽ. வேற ஏதாவது இருக்கோ? ഇല്ലടാ, ഇത് മതി. ഞാൻ പിന്നെ നിന്നെ എപ്പോഴേലും വിളിക്കാം. നീ കട്ട് ചെയ്തോ? ആ சரி. അപ്പൊ അത്രേ ഉള്ളൂല്ലേ വാസം? ഞാൻ പറയാനുള്ള പറയട്ടെ. നീ പറഞ്ഞോ, അതിലല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നു. റെക്കോർഡിങ് ഇപ്പോഴേ 3 മണിക്കൂറായി. അതിനിപ്പോ എന്താ? ഞാൻ ബാക്കി പുറത്ത് കേട്ടാൽ ആയിക്കോട്ടെ, നീ പറ വാസം. ഈ രാജൻ പോകുന്നതിന്റെ തൊട്ട് മുന്നേ എനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു. സംഭവം എന്താ വെച്ചാ, ഒരു മിനിറ്റ്. ഇവന്റെ അതേ അവസ്ഥയുള്ള ഒരാളുടെ അടുത്ത് നിന്നായിരുന്നു ഇത് യൂണിവേഴ്സിറ്റിന്റെ സംഭവം ഒക്കെ ആയിട്ട്. ഞാൻ വഴി പറഞ്ഞു കൊടുത്തിരുന്നു, പക്ഷെ എനിക്കൊരു ആ മെസ്സേജ് കിട്ടിയതിന്റെ കാര്യം ഞാൻ മൊത്തം പറഞ്ഞുതരാം. You remind me of Christine. Arvo, you dare I say that for you. Mask of mother, all that I know you know. Jag hittar i sin egen styr för den där jag. Jag vill inte fight för en äntare kvinna. Men inte att han tar det ordet till det. Paniken är gammal och mår efter det. Jag vill inte kalla mig det. Jag vill inte ge dem det igen. Jag vill inte ha det till mig. Jag borde ju det. Men där.
ശരിക്കുള്ള കൺവീനിയൻസായോ റെക്കോർഡ് മാത്രമേ വാസിക നിന്റെ തലയിൽ രാജൻ, നിന്റെ യൂണിവേഴ്സിറ്റി വീട് എവിടെയാണെന്ന് പറഞ്ഞ? അപ്പൊ മാർട്ടിന്റെ പ്ലാൻ എന്താ? ഇത് നിന്റെ പോഡ്കാസ്റ്റുകൾ എല്ലാവരും അത്യാവശ്യം കേൾക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആരെയും പുറത്തുനിന്ന് ഒരാൾ ലാബ് കോട്ട് മാസ്ക് ഇട്ടുന്ന കണ്ട ഡു നോട്ട് ഇന്ററാക്ട് അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. വേണമെങ്കിൽ ദൂരെ നിന്ന് ഫോട്ടോ വീഡിയോ എടുത്തോ, എന്നിട്ട് എവിടെ നിന്ന് ഏത് ലൊക്കേഷനാണ് കണ്ടെന്നുള്ളത് എൻ്റെ ഇൻസ്റ്റ ഐഡിയയിലേക്ക് ഇതാക്കാം. ബട്ട് ID @BasinZone ആണ്. ഓക്കെ, അതല്ലേ ഉള്ളൂ. നമുക്ക് എന്നാ പോഡ്കാസ്റ്റിന്റെ അവസാനത്തെ സെഗ്മെന്റിലേക്ക് പോവാം. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ബട്ട് ടൈം ഇപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് പോകുന്നത്. ലൈക്ക് രാവിലെ ഒക്കെ ഒരു സെക്കൻഡ് രാത്രി മാറുന്ന പോലെ. ഇനോ ഞാനിപ്പോൾ ഈ സംഭവമൊക്കെ ആയിട്ട് ഒരു കൊല്ലമായി. പക്ഷെ ഞാൻ ഉറങ്ങിയെന്ന് ഓർമ്മിപ്പിക്കാൻ വെറും 10-20 വട്ടം മാത്രമേ ഇതുള്ളൂ ഞാൻ നേരെ ഉറങ്ങിയിട്ട്. ബാക്കി എല്ലാ നേരം ഒരു സമയം ഒരുമാതിരി കണ്ണടച്ച് ഓർക്കുമ്പോഴേക്ക് ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം ഞാൻ പോയി കിട്ടി. ഈ സ്കൂള് കോളേജ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തീരുമ്പോൾ തോന്നുന്നുണ്ടാവില്ലേ? ലൈക്ക് സഡൻലി ഇത് ഒരു ദിവസം നമ്മൾ ആദ്യത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, ഇപ്പൊ സഡൻലി ഗ്രാജുവേറ്റ് ആയി. അതുപോലെയാണ് ലൈഫിൽ മൊത്തം സംഭവമായിട്ട്. എനിവേ, നമുക്കിനി അവസാനത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ഒരു ലക്കി ഫാൻ ഇപ്പോൾ നമ്മുടെ ഡോൺ സാഗിന്റെ ഒപ്പം ഇരിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ പോഡ്കാസ്റ്റ് ഒരു ഭാഗമാവാം. സോ വിത്തൗട്ട് എനി ഫർദർ ഡു, ഈ ബാസ് എന്ന് പറയുന്നത് നിർത്തുന്നില്ലായിരുന്നു. നീ അവന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രം അവന്റെ കൊണക്കി നിൽക്കല്ലേട്ടാ. അത് വെറൈറ്റി അവൻ തന്നെയാണ് പറഞ്ഞത് ഞാനാണത്. പക്ഷെ എന്തൊക്കെ എന്താ പറ്റി? എവിടെ പോയി? നീ എന്തിനാണ് അവിടെ വന്നത്? നിന്നെ ആരുടെ എത്ര സ്പോൺഷിപ്പ് പോയി അറിയോ? നീ എന്താടാ കടന്നു കളിക്കുന്നത്? Turn around. Baby, when you say die, you know it's an eye for eye. Ready energy align, and the touch of night. ഹലോ മാർട്ടിൻ, ലിസൺ, നടന്നതൊന്നും എൻ്റെ കൺട്രോൾ ആയിരുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ശരിക്കുള്ള ഒരാളെ ബാധിക്കുമായിരുന്നു. നീ എല്ലാം തീർക്കാൻ നോക്കിയാൽ നീയും ചാവില്ലേ?
എടോ ക്രിസ്റ്റി അത് അറിഞ്ഞാൽ ഏത് ലോകത്താണോ ഹാപ്പി ആവാ? പകയിനെ പകയായിട്ട് തന്നെ പറഞ്ഞാൽ മതി. നീ വെറുതെ ഷുഗർ കോട്ടൊന്നും ആക്കാൻ നിൽക്കണ്ട. ഹലോ ഹലോ Left the call, huh? ഇനി എങ്ങനെ അവനെ കിട്ടും? I found the guy we're looking for. Might as well find him soon too. എൻ്റെ കയ്യിൽ മറ്റേ Yes. എന്നാ നമുക്ക് പോവാം. ഞാനിവിടെ വരണ്ടായിരുന്നു. It's not your fault. You would have done it in your way. Maybe, but still. ഞാൻ പോകണ്ടല്ലേ എല്ലാം പെട്ടെന്നാണ്. ആ ഫാൻമേൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൊളായി തുടങ്ങി. ഞാൻ കരുതി അവന് maybe pretty stupid, but it's not stupid enough to have balls and straight to his home. Yeah. Also, രാജനെന്തോ പ്രശ്നമുണ്ട്. ഇടയ്ക്ക് റേഞ്ച് പോയി കളിക്കുന്ന പോലെയായിരുന്നു. പക്ഷെ ആ സമയങ്ങളിൽ അവൻ്റെ പല ഫോമുകൾ കേട്ട പോലെ തോന്നി. അതിൽ ശരിക്കുള്ള അവൻ ഏതാണെന്ന് എനിക്കറിയില്ല. ശരി. ഓക്കെ പോട്ടെ.